മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു നൗഫലും ഭാര്യ റംലയും അവൻ്റെ ഉമ്മ ഖദീജയും താമസിച്ചിരുന്നത്. പച്ച പിടിച്ച നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ ആ ഗ്രാമത്തിൽ എല്ലാവർക്കും എല്ലാവരെയും പരിചയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ എന്ത് സംഭവിച്ചാലും എല്ലാവരുടെ ഇടയിലും ഒരു സംസാര വിഷയമായി മാറും. നൗഫലിൻ്റെ ബാപ്പ മരണപ്പെട്ടിട്ട് 10 വർഷത്തിലേറെയായിരുന്നു. അന്നു മുതൽ ഉമ്മ ഖദീജ മകനെ ഒറ്റയ്ക്കാണ് വളർത്തിയത്. തൊട്ടടുത്തുള്ള വീടുകളിൽ പോയി ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് നൗഫലിനെ പഠിപ്പിച്ചതും വളർത്തിയതും. അതുകൊണ്ട് തന്നെ നൗഫലിന് ഉമ്മയെന്നാൽ ജീവനായിരുന്നു. 26-ാം വയസ്സിലാണ് നൗഫൽ റംലയെ വിവാഹം കഴിക്കുന്നത്. റംല തൊട്ടടുത്ത ഗ്രാമത്തിലെ പെൺകുട്ടിയായിരുന്നു. അവളുടെ സൗമ്യമായ സ്വഭാവവും മറ്റുള്ളവരോട് ഇടപെടലും എല്ലാം കണ്ട് നാട്ടിലുള്ളവർക്കെല്ലാം തന്നെ അവളെ വളരെ ഇഷ്ടമായിരുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ ആ വീട്ടിൽ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. നൗഫലെ, നിന്റെ ഭാര്യ നല്ല കുട്ടിയാണ് കേട്ടോ, അവളെ ഒരിക്കലും കരയിക്കരുതേ എന്ന് ഉമ്മ ഖദീജ നൗഫലിനോട് പറഞ്ഞു. അതു കേട്ടപ്പോൾ നൗഫൽ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഉമ്മ, റംലയെ കരയിച്ചാൽ ആദ്യം നിങ്ങൾ എന്നെ തന്നെയാണല്ലോ വഴക്ക് പറയുന്നത്. നൗഫലിൻ്റെ ആ മറുപടി കേട്ട് അവർ 3 പേരും പൊട്ടിച്ചിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ സന്തോഷത്തോടൊപ്പം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവും വാതിലിൻ്റെ പടിയിൽ മെല്ലെ മെല്ലെ തട്ടാൻ തുടങ്ങി. നൗഫൽ നാട്ടിലെ ഒരു ഹാർഡ്വെയർ കടയിൽ ജോലി ചെയ്തിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം വീട്ടിലെ ചിലവിന് പോലും തികയുന്നില്ല. വീടിൻ്റെ കടം, ഉമ്മയുടെ മരുന്ന്, മറ്റു വീട്ടിലെ ചിലവുകളെല്ലാം തന്നെ കഴിഞ്ഞു പോവാൻ വളരെ പ്രയാസമായിരുന്നു. ഒരു രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം നൗഫൽ മുറ്റത്തിറങ്ങി ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. മുകളിലേക്ക് നോക്കി. ആകാശം നിറയെ നക്ഷത്രങ്ങൾ. റംല പിന്നാലെ വന്ന് പറഞ്ഞു, ഇതാ ചായ. എന്താ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത്? റംല നൗഫലിനോട് ചോദിച്ചു. അത് കേട്ടതും നൗഫൽ ദീർഘനിശ്വാസം വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല റംല. ഇതൊന്നും നമ്മുടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമാവില്ല. നൗഫൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ റംല, എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നൗഫൽ വീണ്ടും പറഞ്ഞു, ഷബീർ ഇന്നലെ വിളിച്ചിരുന്നു. ദുബായിൽ ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ റംലയുടെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു. അതിന് നിങ്ങൾ പോവാനാണോ എന്നൊരു ചോദ്യവും ചോദിച്ചു. നൗഫൽ റംലയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇനി പോവല്ലാതെ ഒരു വഴിയുമില്ല റംല. 2 വർഷം നമ്മൾ കഷ്ടപ്പെടണം. എന്നാൽ നമുക്ക് നമ്മുടെ കടങ്ങളെല്ലാം ഒരുവിധം തീർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്വന്തമായി ഒരു വീടെങ്കിലും ഉണ്ടാക്കണ്ടേ? ഒരുപാട് വലുപ്പമുള്ള വീടൊന്നും വേണ്ട, നമുക്ക് ചെറിയൊരു വീട്, അതെൻ്റെ ഒരു സ്വപ്നമാണെന്നും നൗഫൽ പറഞ്ഞു. നൗഫൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ റംലയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, എനിക്ക് വീടോ സ്വർണമോ സമ്പത്തോ ഒന്നും വേണ്ട, എനിക്ക് നിങ്ങൾ അടുത്തുണ്ടായാൽ മാത്രം മതി. ഇത് കേട്ടപ്പോൾ നൗഫൽ എഴുന്നേറ്റ് നിന്ന് അവളുടെ കൈ മുറുകെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ടാൽ നാളെ നമ്മളുടെ മക്കൾ സുഖമായി ജീവിക്കും. പിന്നീട് അവൾ ഒരുപാടൊന്നും സംസാരിച്ചില്ല. ഭർത്താവ് ഉറങ്ങിയ ശേഷവും കുറേ നേരം അവൾ ഉണർന്നു തന്നെ കിടന്നു. ഗൾഫ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് പണമല്ല, അവർ തമ്മിലുള്ള വേർപിരിയലാണ് അവൾ ഓർത്ത് കിടക്കുന്നത്. അടുത്ത മാസങ്ങളിൽ പാസ്പോർട്ടും വിസയും മെഡിക്കൽ പരിശോധനയും എല്ലാം തന്നെ പൂർത്തിയായി. ഗൾഫിലേക്ക് പോവാനുള്ള ദിവസം അടുത്തെത്തിക്കഴിഞ്ഞു. നൗഫൽ പോകുന്നതിൻ്റെ തലേ ദിവസം ഖദീജ റംലയെ വിളിച്ചു പറഞ്ഞു, നൗഫൽ ഇല്ലാത്ത സമയത്ത് ഈ വീടിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് 2 പേർക്കുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഉമ്മയുടെ ഈ വാക്ക് കേട്ടപ്പോൾ റംല വിനയത്തോടെ പറഞ്ഞു, അതെ ഉമ്മ, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് നിൽക്കാം. അതേസമയം റംലയുടെ മനസ്സിൽ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. നൗഫലില്ലാതെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് എനിക്ക് പൊരുത്തപ്പെട്ട് നിൽക്കാൻ പറ്റുമോ എന്നൊരു ആശങ്ക അവളുടെ മനസ്സിൽ ഉണ്ടായി. നൗഫൽ ഗൾഫിലേക്ക് പോകുന്ന ദിവസം പുലർച്ചെ തന്നെ എല്ലാവരും വീട്ടിലേക്കെത്തി. അയൽപക്കക്കാരും ബന്ധുക്കളും എല്ലാവരും നേരത്തെ തന്നെ വീട്ടിലെത്തി. ഖദീജ മകൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു,
സൂക്ഷിച്ചു പോവണം മോനെ, നിസ്കാരമൊന്നും മുടക്കരുത് കേട്ടോ. നൗഫൽ തലയാട്ടി. എന്നിട്ട് ഉമ്മയുടെ കൈ മുറുകെ പിടിച്ചു റംലയോട് പറഞ്ഞു, എൻ്റെ ഉമ്മാനെ നല്ലപോലെ നോക്കണം റംല. അത് കേട്ടപ്പോൾ റംലയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഭാര്യയുടെ മുഖം നൗഫൽ അവസാനമായി കണ്ടപ്പോൾ നൗഫലിൻ്റെ മനസ്സും തകർന്നു. അവൻ സങ്കടങ്ങളെല്ലാം അടക്കിപ്പിടിച്ചു. ഞാൻ കരഞ്ഞാൽ എൻ്റെ റംല അതിലേറെ തകർന്നു പോകുമെന്ന് അവൻക്കറിയാമായിരുന്നു. നൗഫൽ റംലയോട് പറഞ്ഞു, റംല, ഞാൻ ദിവസവും വിളിക്കാം കേട്ടോ. അത് കേട്ടപ്പോൾ റംല കണ്ണീരോടെ മറുപടി പറഞ്ഞു, ഞാൻ എന്നും നിങ്ങളുടെ വിളിക്കായി കാത്തിരിക്കും. ഒടുവിൽ വിമാനം പറന്നുയർന്നു. വിമാനം കണ്ണിൽ നിന്നും മറയുന്നതുവരെ അവൾ നോക്കി നിന്നു. ദുബായിലെ ജീവിതം നൗഫൽ കരുതിയ പോലെ ആയിരുന്നില്ല. രാവിലെ 8 മണിക്ക് ജോലി തുടങ്ങിയാൽ രാത്രി 8:30 മണിയാവും റൂമിലേക്കെത്താൻ. മരുഭൂമിയിലെ ചൂടും നീണ്ട ജോലി സമയവും അവൻ്റെ ശരീരം തളർത്തിയെങ്കിലും അവൻ ഒരു കാര്യമാണ് ഓർത്തിരുന്നത്, റംലയുടെ മുഖം. അത് ഓർക്കുമ്പോൾ അവൻക്ക് എല്ലാം മറന്ന് വീണ്ടും ഒരു ഉത്സാഹം വരും. ആദ്യ ദിവസങ്ങളിൽ എല്ലാ രാത്രിയിലും നൗഫൽ റംലയെ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. ഭക്ഷണം കഴിച്ചോ, ഉമ്മയ്ക്ക് മരുന്ന് കൊടുത്തോ, നിനക്കെന്തെങ്കിലും വേണോ എന്നൊക്കെ പറഞ്ഞ് അവർ മണിക്കൂറുകളോളം വീഡിയോ കോളിൽ സംസാരിക്കും. ഖദീജയും ആദ്യ ദിവസങ്ങളിലൊക്കെ റംലയോട് നല്ല സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയത്. പിന്നീട് ദിവസങ്ങൾ കഴിയുംതോറും ഖദീജയുടെ സ്വഭാവത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. വീട്ടിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ നേരത്തെ അടുക്കളയിൽ കയറി റംല ചായ ഉണ്ടാക്കും. ഒരു ദിവസം റംല ചായ വയ്ക്കാൻ വൈകിപ്പോയി. ആ ഒരു സമയത്ത് ഖദീജ അവളോട് ചോദിച്ചു, ഇന്നെന്താ ചായ വയ്ക്കാൻ വൈകിയത്? ഇവിടെ എല്ലാവരും നേരത്തെ എണീക്കുമെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? ഖദീജയുടെ ഈ ചോദ്യം കേട്ടപ്പോൾ റംല മറുപടി ഒന്നും പറഞ്ഞില്ല. അന്ന് രാത്രി നൗഫൽ വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ അവളുടെ മുഖത്ത് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. ശബ്ദം ഒരു ഇടറിയ പോലെ. എന്തു പറ്റി റംല? നിനക്കെന്താണ് പറ്റിയത്? നിന്റെ മുഖത്ത് ഒരു സന്തോഷമൊന്നുമില്ലല്ലോ, നൗഫൽ അവളോട് ചോദിച്ചു. റംല പറഞ്ഞു, എനിക്കൊന്നുമില്ല. ഉടനെ തന്നെ നൗഫൽ പറഞ്ഞു, നീ എന്നോട് കള്ളം പറയണ്ട. നിന്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് കേട്ടപ്പോൾ റംല കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നീട് റംല പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാവില്ല. ഇത് കേട്ടതോടെ നൗഫലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ മനസ്സ് തകർന്നു. റംലയെ ആശ്വസിപ്പിക്കാനായി നൗഫൽ പറഞ്ഞു, കുറച്ച് ദിവസം കൂടി സഹിക്കൂ റംല, എല്ലാം ശരിയാവും. ആ വീട്ടിൽ നടക്കുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ദിവസം വലിയ കൊടുങ്കാറ്റായി മാറുമെന്ന് അവർ ആർക്കും അറിഞ്ഞിരുന്നില്ല. നൗഫൽ ദുബായിലെത്തിയിട്ട് 3 മാസം കഴിഞ്ഞു. ആദ്യത്തെ ദിവസങ്ങളിൽ രാത്രി വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. അതിപ്പോൾ അവൻക്ക് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ജോലി ചെയ്യുന്ന കമ്പനിയിൽ പുതിയ പ്രോജക്റ്റ് തുടങ്ങിയതോടെ രാവിലെ 6 മണിക്ക് ജോയിൻ ചെയ്താൽ വൈകിട്ട് 9 മണി വരെയും കമ്പനിയിൽ തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് റൂമിലേക്ക് എത്തുമ്പോഴേക്കും നൗഫൽ ഒരുപാട് ക്ഷീണിച്ചു പോവും. പിന്നീട് അവൻക്ക് ഫോൺ വിളിക്കാനൊന്നും വയ്യാത്ത അവസ്ഥയായിരിക്കും. നാട്ടിലേക്ക് വിളിക്കാൻ അവൻ ഫോൺ കയ്യിലെടുത്ത് കുറച്ചു നേരമാകുമ്പോഴേക്കും അവൻ തന്നെ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. അവൻ്റെ ജോലിയുടെ ക്ഷീണം അത്ര തന്നെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ റംല അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ജോലി തിരക്കായിരിക്കുമെന്ന് സ്വയം ആശ്വസിപ്പിച്ചു. എന്നാൽ പിന്നീടത് നിരാശപ്പെടുത്തി റംലയെ. ഒരു ദിവസം വൈകുന്നേരം നൗഫൽ വീഡിയോ കോളിൽ റംലയോട് സംസാരിക്കുമ്പോൾ നൗഫൽ ചോദിച്ചു, എന്താ റംല, നിന്റെ മുഖത്ത് പഴയ സന്തോഷമൊന്നുമില്ലല്ലോ, നിനക്കെന്തു പറ്റി? നൗഫലിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ റംല പറഞ്ഞു, സുഖമാണ്. അത് കേട്ടപ്പോൾ നൗഫൽ പറഞ്ഞു, അതെനിക്ക് തോന്നുന്നില്ല, നിനക്കെന്തോ പ്രശ്നമുണ്ട്. വീണ്ടും നൗഫൽ ചോദിച്ചു, ഉമ്മ എവിടെ? അവൾ പറഞ്ഞു, അടുക്കളയിലാണ്. ഒരുപാട് സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ല. എന്ത് കാര്യം ചോദിച്ചാലും അവൾ അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നു. നൗഫലും റംലയും തമ്മിലുള്ള സംസാരം 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി. ഫോൺ കട്ട് ചെയ്ത് നൗഫൽ ഇരുന്ന് ചിന്തിച്ചു, റംലയ്ക്ക് എന്തു പറ്റി? എന്താണ് അവിടെ പ്രശ്നം?
എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, അവൻ സ്വയം ചിന്തിച്ചു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് ഖദീജ അടുക്കളയിലേക്ക് വന്നു. ഇവളെന്താ എഴുന്നേറ്റിട്ടില്ലേ? മനസ്സിൽ വിചാരിച്ചു. റംലേ, എന്താ എഴുന്നേൽക്കാത്തത്? നേരം 6 മണി കഴിഞ്ഞല്ലോ, ഖദീജ പറഞ്ഞു. ഈ ശബ്ദം കേട്ടതും റംല പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടി. അടുക്കളയിലേക്ക് വന്നതും ഉമ്മയെ കണ്ടപ്പോൾ പെട്ടെന്ന് റംല പറഞ്ഞു, ഉമ്മ, എന്നോട് ക്ഷമിക്കണം, ഞാനിന്നലെ ഉറങ്ങാൻ വൈകിപ്പോയി, അതാണ് എഴുന്നേൽക്കാൻ വൈകിയത്. അത് കേട്ടപ്പോൾ ഖദീജയുടെ മുഖഭാവം മാറി. ഖദീജയ്ക്കിത് അത്ര പിടിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, ഇവിടെ മടി പിടിച്ച് കിടക്കാനൊന്നും പറ്റില്ല. എൻ്റെ മകൻ എത്രയോ ദൂരെ നിന്നാണ് കഷ്ടപ്പെടുന്നത്, അത് നീ ഓർക്കുന്നില്ലേ? ഉമ്മയുടെ ആ വാക്കുകൾ റംലയുടെ നെഞ്ചത്ത് കത്തി കുത്തിയിറക്കിയ പോലെ ആയി. അവൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ മടി പിടിച്ചിട്ടില്ല ഉമ്മ. റംല നല്ല സൗമ്യമായാണ് ഉമ്മയോട് സംസാരിച്ചത്. എന്നാൽ ഖദീജ തിരിച്ചു പറഞ്ഞു, നിനക്ക് എന്ത് പറഞ്ഞാലും ഓരോരോ പ്രശ്നങ്ങളാണ്. നിനക്ക് എന്താണ് പറ്റിയിട്ടുള്ളത്? നീ എന്താണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണോ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ റംലയുടെ മനസ്സ് തകർന്നു പോയി. അന്ന് രാവിലെ റംല ഭക്ഷണം പോലും കഴിക്കാതെ റൂമിലേക്ക് കയറി. അങ്ങനെ ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വലിയ വലിയ പ്രശ്നങ്ങളായി മാറി. കറിയിൽ ഉപ്പ് കൂടിയാൽ കുറ്റം, വസ്ത്രം അലക്കാൻ വൈകിയാൽ കുറ്റം, അങ്ങനെ ചെറിയ ചെറിയ കുറ്റങ്ങളെല്ലാം വലിയ വലിയ കുറ്റങ്ങളാക്കി പ്രശ്നം ഒരുപാട് വഷളായി. ഞങ്ങളുടെ വീട്ടിലെ മരുമക്കൾ ഇങ്ങനെയൊന്നുമല്ല എന്ന് ഖദീജ ഇടയ്ക്കിടയ്ക്ക് ഇവളോട് പറയും. റംല ഒന്നും പറയാതെ എല്ലാം സഹിച്ചു. പക്ഷേ ഉള്ളിൽ അവൾ പതിയെ പതിയെ തകരുകയായിരുന്നു. ഒരു ദിവസം സ്വന്തം വീട്ടിലേക്ക് പോവാൻ റംല ഒരുങ്ങി. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ 2 ദിവസം എൻ്റെ വീട്ടിൽ നിന്നിട്ട് വരാം. അത് കേട്ടപ്പോൾ ഖദീജ മറുപടി പറഞ്ഞു, എന്തിനാ ഇപ്പോൾ നീ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? ഇവിടെ ഒരുപാട് ജോലികളുണ്ട്, ഇതെല്ലാം ആര് ചെയ്യും? അത് കേട്ടപ്പോൾ റംല പറഞ്ഞു, ഒരുപാട് ദിവസമായില്ലേ ഉമ്മ അവരെയൊക്കെ കണ്ടിട്ട്, എനിക്ക് അവരെ കാണാനൊക്കെ ഒന്ന് തോന്നുന്നു. ഇത് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, വേണ്ട, ഇപ്പോഴൊന്നും പോവേണ്ട, നൗഫൽ നാട്ടിൽ വരട്ടെ, എന്നിട്ട് 2 പേരും ഒരുമിച്ച് പോയാൽ മതി. ഉമ്മയുടെ ഈ വാക്ക് കേട്ടപ്പോൾ റംലയ്ക്ക് ആകെ വിഷമമായി. അവൾ മുറിയിലിരുന്ന് ഒറ്റയ്ക്ക് കരഞ്ഞു. അന്ന് രാത്രി നൗഫൽ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം 2 ദിവസം, അത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരാം. ഒരുപാട് ദിവസമായില്ലേ ഞാൻ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അവരെയൊക്കെ ഒന്ന് കാണാൻ. അത് കേട്ടപ്പോൾ നൗഫൽ പറഞ്ഞു, ആ, നീ പോയിക്കോ. വീണ്ടും റംല പറഞ്ഞു. ഉമ്മ സമ്മതിക്കുന്നില്ല. നൗഫൽ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഉമ്മയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടാവും. റംലയുടെ ശബ്ദം മാറി. നിങ്ങൾ ഒരിക്കലും എൻ്റെ ഭാഗം കേൾക്കാറില്ല. അത് കേട്ടപ്പോൾ നൗഫൽ പറഞ്ഞു, അങ്ങനെയല്ല റംല, എന്താ നീ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? റംല വീണ്ടും പറഞ്ഞു, അതല്ല, അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ ഫോൺ കട്ട് ചെയ്തു. നൗഫൽ വീണ്ടും വീണ്ടും ഫോൺ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. ദിവസങ്ങൾ കടന്നുപോയി. നൗഫലിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നു. എന്തു പറ്റി? റംല ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ലല്ലോ. അയൽവാസികളും പറയാൻ തുടങ്ങി, റംലയുടെ മുഖത്ത് ആ പഴയ ചിരിയൊന്നുമില്ലല്ലോ ഇപ്പോൾ. അവൾ ആരോടത്തും മിണ്ടുന്നില്ല. അവൾക്കെന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു ദിവസം റംല വീടിൻ്റെ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ വൈകുന്നേരം ഇരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അയൽവാസിയായ ഷാഹിദ് അവിടെ എത്തി. 28 വയസ്സുള്ള ഒരു യുവാവായിരുന്നു ഷാഹിദ്. നാട്ടിലെ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിലാണ് അവൻക്ക് ജോലി. റംലയെ കണ്ടപ്പോൾ ഷാഹിദ് ചോദിച്ചു, സുഖമാണോ റംലത്ത? അപ്പോൾ റംല മറുപടി പറഞ്ഞു, സുഖമാണ്. വീണ്ടും ഷാഹിദ് പറഞ്ഞു, എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷമൊന്നും ഇല്ലല്ലോ? അപ്പോൾ റംല മറുപടി പറഞ്ഞു, ഏയ് ഒന്നുമില്ല. അതൊന്നും പറയണ്ടെന്ന് വീണ്ടും ഷാഹിദ് പറഞ്ഞു. എല്ലാവരും പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, ആരോടും ഒന്നും സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തു പറ്റി? ആദ്യം റംല ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവൾക്ക് മനസ്സിലായി, തൻ്റെ വിഷമം കണ്ടപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് എന്നോട് ചോദിക്കാൻ തോന്നിയല്ലോ, അതിന് എനിക്കൊരു ആശ്വാസമായി.
അടുത്ത ദിവസങ്ങളിലൊക്കെ അവർ വഴിയിൽ കാണുമ്പോൾ സംസാരിക്കാൻ തുടങ്ങി. നൗഫലിക്ക വിളിച്ചോ, എന്താ വിശേഷം, സുഖമല്ലേ എന്നൊക്കെ ഷാഹിദ് ചോദിക്കും. അതിന് മറുപടിയായി റംല പറയും, വിളിച്ചു, സുഖമാണ്, നല്ല വിശേഷമാണ് എന്നൊക്കെ പറയും. ഷാഹിദ് റംലയോട് സഹതാപത്തോടുകൂടെ പറഞ്ഞു, ഗൾഫ് ജീവിതം മഹാ കഷ്ടമാണ്. പക്ഷേ അതുപോലെ തന്നെ നാട്ടിലുള്ളവരുടെ ജീവിതവും കഷ്ടം തന്നെയാണ്. അത് ആരും കാണുന്നില്ല. ഷാഹിദിൻ്റെ ആ വാക്കുകൾ റംലയുടെ മനസ്സിൽ പതിഞ്ഞു. അവൾ ഇതുവരെ ഉള്ളിലൊതുക്കിയ വിഷമങ്ങളെല്ലാം ആരൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം ഖദീജ ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഷാഹിദും റംലയും സംസാരിക്കുന്നത് കണ്ടു. ഷാഹിദ് ചിരിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു. അത് കേട്ട് റംലയും ചെറുതായൊന്ന് ചിരിച്ചു. ഇത് കണ്ടു നിന്ന ഖദീജയുടെ മുഖഭാവം മാറി നെറ്റി ചുളിഞ്ഞു. എന്നിട്ട് അവർ മനസ്സിൽ പിറുപിറുത്തു, ഈ ചെറുക്കനെ ഇവിടെ എന്താ കാര്യം? ഷാഹിദ് മെല്ലെ നടന്നു പോയി. ഷാഹിദ് പോയ ഉടനെ ഖദീജ റംലയെ വിളിച്ച് ചോദിച്ചു, ആരാണത്? എന്താ നിനക്ക് അവനോട് സംസാരിക്കാനുള്ളത്? അപ്പോൾ റംല പറഞ്ഞു, അത് നമ്മുടെ അയൽവാസി ഷാഹിദാണ്. വഴിയിൽ കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ചതാണ്. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് നാട്ടിലെ ആണുങ്ങളോട് സംസാരിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ലെന്ന് ഖദീജ പറഞ്ഞു. ഖദീജയുടെ ആ സംസാരം കേട്ടപ്പോൾ റംലയ്ക്ക് നിയന്ത്രണം വിട്ടുപോയി. അതുവരെയും ഉമ്മായോട് തിരിച്ചൊന്നും പറയാത്ത റംല ഇത് കേട്ടപ്പോൾ മറുപടി പറഞ്ഞു, എന്താണുമ്മ, 5 മിനിറ്റ് സംസാരിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പോൾ ഖദീജ പറഞ്ഞു, നിനക്ക് അത് ചെറിയ പ്രശ്നമായിരിക്കും, എന്നാൽ ഇത് നാട്ടിൽ വലിയ പ്രശ്നമാവും. ഇതൊക്കെ നാട്ടുകാരെങ്കിലും കണ്ടാൽ പിന്നെ ഒന്നും പറയാനില്ല, ഈ ഗ്രാമം മുഴുവനും പാട്ടാവും. ഇത് കേട്ടപ്പോൾ റംല ഒന്നും മറുപടി പറയാതെ മുറിയിലേക്ക് കയറിപ്പോയി. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ഉണ്ടായിരുന്നു, ഈ വീട്ടിൽ എനിക്ക് ശ്വാസം പോലും സ്വന്തമായി എടുക്കാൻ കഴിയില്ലേ എന്നവൾ മനസ്സിൽ ചിന്തിച്ചു. അന്നേ ദിവസം ഗൾഫിൽ നൗഫൽ രാത്രി ജോലി കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോഴേക്കും ഖദീജയുടെ കോള് ചെന്നു. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് അവൻ വേഗം ഫോൺ എടുത്തു നോക്കി. ഉമ്മയാണല്ലോ വിളിക്കുന്നത്. എന്താണുമ്മ ഈ നേരത്ത് വിളിക്കുന്നത്? അവൻ വേഗം ഫോൺ എടുത്ത് ഹലോ, എന്താ ഉമ്മ എന്ന് ചോദിച്ചു. ഉടനെ ഖദീജ പറഞ്ഞു, മോനെ, ഒരു കാര്യം പറയാനുണ്ട്. ഖദീജ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് കേട്ടപ്പോൾ നൗഫലിൻ്റെ മുഖത്ത് ഗൗരവമായി മാറി. ഉമ്മയുടെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വേഗം റംലയെ വിളിച്ചു. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ റംല ഫോൺ എടുത്തില്ല. ആ നിശബ്ദത അവരുടെ ജീവിതത്തിൽ വലിയൊരു കൊടുങ്കാറ്റായി മാറുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ദുബായിൽ രാത്രി 11 മണി. നൗഫൽ തൻ്റെ കിടക്കയിൽ കിടന്ന് ആലോചിച്ചു. ഉമ്മ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മനസ്സിലിങ്ങനെ തട്ടി നിന്നു. മോനെ, ഞാൻ ആരെയും കുറ്റം പറയില്ല. നിന്റെ ഭാര്യ ഷാഹിദുമായി വളരെ അടുപ്പത്തിലാണ്. അത് എല്ലാവരും പറയുന്നുണ്ട്. ഈ വാക്കാണ് നൗഫലിനെ മനസ്സമാധാനം കെടുത്തിയത്. അവൻക്ക് ഉറക്കം വരുന്നില്ല. അവൻ വീണ്ടും ഫോൺ എടുത്ത് റംലയെ വിളിച്ചു. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. റംല ഫോൺ എടുത്തില്ല. 5 തവണ ഫോൺ അടിച്ചു, പക്ഷെ അവൾ ഫോൺ എടുത്തില്ല. 6ാമത്തെ പ്രാവശ്യവും നൗഫൽ ഫോൺ അടിച്ചു. ആ ഒരു ഫോൺ കോൾ റംല എടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്താണ്? അവളുടെ ശബ്ദത്തിന് ഒരു മാറ്റമുണ്ടായിരുന്നു. അപ്പോൾ നൗഫൽ പറഞ്ഞു, നീ എന്താണ് ഫോൺ എടുക്കാത്തത്? റംല ഉടനെ മറുപടി പറഞ്ഞു, ഞാൻ അടുക്കളയിലായിരുന്നു. റംലയോട് നൗഫൽ വീണ്ടും ചോദിച്ചു, ഉമ്മ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതൊക്കെ സത്യമാണോ റംല? ഇത് കേട്ടപ്പോൾ റംല കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് റംല ചോദിച്ചു, എന്താണ് ഉമ്മ പറഞ്ഞത്? നീയും ഷാഹിദും എപ്പോഴും സംസാരിക്കുന്നുണ്ട് എന്നാണല്ലോ ഉമ്മ പറഞ്ഞത്. അത് കേട്ടപ്പോൾ റംല പറഞ്ഞു, അതെ, സംസാരിക്കാറുണ്ട്. വഴിയിൽ കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ചു. അതിലെന്താണ് ഇത്ര തെറ്റ്? റംല ചോദിച്ചു. റംലയുടെ ഈ വാക്ക് നൗഫലിനെ ചൊടിപ്പിച്ചു. നൗഫൽ പറഞ്ഞു, വേണ്ടാത്ത കാര്യങ്ങൾക്ക് നിൽക്കണ്ടട്ടോ. അത് കേട്ടപ്പോൾ റംല വീണ്ടും പറഞ്ഞു, എന്ത് വേണ്ടാത്ത കാര്യം? ഒരു മനുഷ്യനോട് സംസാരിച്ചു എന്നതാണോ നിങ്ങൾക്ക് തെറ്റ്? നാട്ടുകാരെന്തൊക്കെ പറയും എന്ന് നിനക്കറിയുമോ എന്ന് നൗഫൽ പറഞ്ഞു. ആ, നാട്ടുകാർ പറയുന്നതും നിങ്ങളുടെ ഉമ്മ പറയുന്നതുമാണല്ലോ സത്യം. ഞാൻ പറയുന്നത് കളവാണല്ലോ. നിങ്ങളൊക്കെ എന്നാ എന്നെ ഇനി മനസ്സിലാക്കുക
എന്ന് റംല ചോദിച്ചു. റംല നൗഫലിനോട് വീണ്ടും ചോദിച്ചു, ഞാനിവിടെ എങ്ങനെയാണ് കഴിയുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങളത് അന്വേഷിക്കാറുണ്ടോ? എന്നും പറഞ്ഞ് റംല ഫോൺ കട്ട് ചെയ്തു. ആ രാത്രി നൗഫലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. റംല അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. പക്ഷേ ഉമ്മ എന്നോട് കള്ളം പറയില്ല. ഇത് രണ്ടും അവൻ്റെ മനസ്സിലിങ്ങനെ അലട്ടിയിരുന്നു. രണ്ടുപേരോടും അവൻക്ക് നല്ല സ്നേഹമായിരുന്നു. അതെല്ലാം അവൻ വലിച്ചു കീറി. ഇവൻ്റെ മുഖഭാവവും ഫോൺ സംഭാഷണം എല്ലാം തന്നെ റൂമിൽ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, അവനെ ഗൾഫിലേക്ക് കൊണ്ടുപോയ ഷബീർ തന്നെയായിരുന്നു. അവൻ നൗഫലിനോട് ചോദിച്ചു, എന്താടാ ഇന്നെന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? നൗഫൽ ഷബീറിനോട് എല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഷബീർ കുറച്ചുനേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ആരെയും സംശയിക്കരുതേ. ആദ്യം സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഷബീറിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ നൗഫൽ തലകുനിച്ചു. പക്ഷേ അതിനു മുന്നേ തന്നെ നൗഫലിൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ വേരുറച്ചിരുന്നു. നാട്ടിൽ അടുത്ത ദിവസം രാവിലെ ഖദീജ പതിവ് പോലെ ജോലി തിരക്കിലായിരുന്നു. റംലയും അടുക്കളയിലുണ്ട്. റംല അടുക്കളയിൽ ഓരോരോ ജോലികൾ ചെയ്യുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇന്നലെ നൗഫൽ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ അവളെ വല്ലാതെ വേദനിപ്പിച്ചു. ഉമ്മയുടെയും നാട്ടുകാരുടെയും കാര്യമാണ് അവർക്ക് വലുത്. എൻ്റെ കാര്യം ഒന്നും അറിയില്ല. അപ്പോൾ ഞാനിവിടെ ആരാണ് എന്നവൾ മനസ്സിൽ ചോദിച്ചു. സമയം ഉച്ചയായി. വീട്ടിൽ ഫാൻ നിശ്ചലമായി. പെട്ടെന്ന് കറന്റ് പോയി. അയൽപക്കത്തെ വീട്ടുകളിലെല്ലാം തന്നെ കറന്റുണ്ട്. എന്താണ് നമ്മുടെ വീട്ടിൽ കറണ്ടില്ലാത്തെ? ഖദീജ പറഞ്ഞു. ആർക്കെങ്കിലും ഒന്ന് വിളിച്ചു നോക്ക്, ഇതൊന്ന് ശരിയാക്കാൻ പറയ്, റംലയോട് പറഞ്ഞു. റംല ഉടനെ പറഞ്ഞു, ഷാഹിദ് ഇലക്ട്രിക്കൽ ഷോപ്പിലല്ലേ ജോലി ചെയ്യുന്നത്, അവനെ വിളിച്ചാൽ മതി, അവൻ വന്ന് ഇത് ശരിയാക്കി തരും. ഇത് കേട്ടതും ഖദീജയുടെ മുഖഭാവം മാറി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വേണ്ട, വേറെ ആരെങ്കിലും വിളിക്കും. എല്ലാവരെയും വിളിച്ചു നോക്കി, പക്ഷെ ആരും വന്നില്ല. ഒടുവിൽ ഷാഹിദിനെ തന്നെ വിളിക്കേണ്ടി വന്നു. ഷാഹിദ് വന്ന് 10 മിനിറ്റിനുള്ളിൽ തന്നെ കറണ്ട് ശരിയായി. എന്നിട്ട് അവൻ പറഞ്ഞു, ശരിയായി താത്ത, ഞാൻ പോവുകയാണ് കേട്ടോ. റംല ചായ എടുത്തിട്ട് പറഞ്ഞു, ഇതാ ഈ ചായ കുടിച്ചിട്ട് പോയിക്കോ. വേണ്ട റംലത്ത, എനിക്ക് കടയിൽ പോവണം, കടയിൽ ഇപ്പോൾ നല്ല തിരക്കാണ്. അതും പറഞ്ഞ് ഷാഹിദ് ചിരിച്ചുകൊണ്ട് നടന്നുപോയി. അത് ജനലിലൂടെ നോക്കി നിന്ന ഖദീജയുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്ത് മുളച്ചു. വൈകുന്നേരം അയൽവാസിയായ സുലൈഖ ഖദീജയുടെ വീട്ടിൽ വന്നു സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സംസാരത്തിനിടയിൽ അവൾ മെല്ലെ ചോദിച്ചു, ഷാഹിദ് ഇന്ന് ഇവിടെ വന്നിരുന്നു അല്ലേ? അത് കേട്ടപ്പോൾ ഖദീജ ഒന്ന് ഞെട്ടി. എന്നിട്ട് പറഞ്ഞു, അതെ, ഇവിടെ കറന്റ് ഉണ്ടായിരുന്നില്ല, അത് നോക്കാൻ വന്നതായിരുന്നു. അത് കേട്ടപ്പോൾ സുലൈഖ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖദീജ താത്ത, നാട്ടുകാർ പലതും പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ ഖദീജയുടെ മനസ്സിൽ, എനിക്ക് മാത്രമല്ല അല്ലേ ഇത് തോന്നിയത്, എല്ലാവർക്കും തോന്നുന്നുണ്ട് അല്ലേ? വീണ്ടും ഖദീജ അന്ന് രാത്രി നൗഫലിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, കാര്യം കൈവിട്ടു പോകുമെന്ന് തോന്നുന്നു. അതിനു മുന്നേ നീ നാട്ടിൽ വരുന്നതാണ് നല്ലത്. അത് കേട്ടപ്പോൾ നൗഫൽ ഒന്നും മിണ്ടിയില്ല. ഫോൺ കയ്യിൽ പിടിച്ച് ഒരുപാട് സമയം അങ്ങനെ നിന്നു. നൗഫലിനാണെങ്കിൽ ആ ഒരു സമയത്ത് കമ്പനിയിൽ നിന്നും ലീവ് കിട്ടുകയില്ല. പക്ഷേ സ്വന്തം കുടുംബം കയ്യിൽ നിന്ന് പോകുമോ എന്ന പേടി അവൻക്കുണ്ടായിരുന്നു. അതേസമയം സ്വന്തം മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന റംല ഒരു തീരുമാനമെടുത്തു. ഇനി ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ ശരിയാവില്ല. എന്തെങ്കിലും ഒരു തീരുമാനം വേണം. എൻ്റെ വാക്ക് കേൾക്കുന്ന ആരെങ്കിലും ഒരാളെ ഞാൻ കണ്ടെത്തണം. ആ തീരുമാനം അവളുടെ മാത്രമല്ല, നൗഫലിൻ്റെയും ഖദീജയുടെയും ജീവിതത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്താനുള്ളതാണെന്ന് അവർക്കാർക്കും അറിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ പതിവിലും നേരത്തെ തന്നെ റംല എഴുന്നേറ്റു. ചായ തയ്യാറാക്കി. അതിനുശേഷം ഭക്ഷണവും ഉണ്ടാക്കി. ഖദീജ അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും എല്ലാം തയ്യാറായിട്ടുണ്ടായിരുന്നു. ചായ എടുത്തോളൂ ഉമ്മ എന്ന് റംല ഉമ്മയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഖദീജയുടെ മുഖത്ത് ഒരു ഭാവം വന്നില്ല. അവൾക്ക് ഒരു പുച്ഛം തോന്നി. എന്ന് പറഞ്ഞ് അവൾ പോയി.
ഇത് കണ്ടപ്പോൾ റംല മനസ്സിൽ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്താലും ഉമ്മയ്ക്ക് തൃപ്തിയില്ല. നൗഫൽ ജോലി സ്ഥലത്താണെങ്കിലും അവൻ്റെ മനസ്സ് നാട്ടിൽ തന്നെ. ഖദീജയുടെയും ഉമ്മയുടെയും വാക്കുകൾ മാറി മാറി അവൻ്റെ മനസ്സിനെ അലട്ടി. നൗഫൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷബീർ അടുത്തു ചെന്ന് ചോദിച്ചു, നൗഫലെ, നാട്ടിൽ ഇപ്പോഴും പ്രശ്നമാണോ? നൗഫൽ ഉടനെ മറുപടി പറഞ്ഞു, അതെ, ഇപ്പോൾ പഴയതിലും കൂടുതലാണ് പ്രശ്നം. അത് കേട്ടപ്പോൾ ഷബീർ പറഞ്ഞു, നീ ആരെയും സ്വന്തം വിധിക്കരുതേ. അപ്പോൾ നൗഫൽ പറഞ്ഞു, എന്തു ചെയ്യാനാ, ഞാനിവിടെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയല്ലേ. എനിക്ക് അവിടെ നിന്നും പറയുന്നതല്ലാതെ ഒന്നും അറിയില്ലല്ലോ. നാട്ടിൽ റംലയുടെ വീട്ടിൽ നിന്ന് റംലയുടെ ഉമ്മ ഫോൺ വിളിച്ചു, മോളെ, നീ എന്താ വരാത്തത്? നിന്റെ ശബ്ദം കേട്ടിട്ടൊക്കെ ഒരുപാട് ദിവസമായല്ലോ, നീ എന്താ എന്നെ വിളിക്കാത്തത്? അത് കേട്ടപ്പോൾ റംലയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് റംലയുടെ ഉമ്മയ്ക്ക് മനസ്സിലായി. എന്താ മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉമ്മ, എനിക്ക് അങ്ങോട്ട് വരണം, പക്ഷേ ഇവിടുന്ന് എന്നെ അങ്ങോട്ട് വരാൻ സമ്മതിക്കുന്നില്ല എന്ന് റംല പൊട്ടിക്കരഞ്ഞു പറഞ്ഞു. അന്ന് വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഖദീജ മുറ്റത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് റംല സ്വയം ധൈര്യം സംഭരിച്ച് ഉമ്മയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഉമ്മ, ഞാൻ 2 ദിവസം വീട്ടിലേക്ക് പോവട്ടെ? അപ്പോൾ ഖദീജ പറഞ്ഞു, നിന്നോടല്ലേ പറഞ്ഞത് ഇപ്പോൾ പോവേണ്ട, നൗഫൽ വരട്ടെ എന്നിട്ട് പോയാൽ മതിയെന്ന്. അത് കേട്ടപ്പോൾ റംല സ്വയം നിയന്ത്രണം വിട്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഞാനെന്താ ഇവിടെ തടവിലാണോ? റംലയുടെ ചോദ്യം കേട്ടപ്പോൾ ഖദീജ ഞെട്ടിപ്പോയി. എന്താണ് നീ പറഞ്ഞത്? നീ ആരോടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ റംല വീണ്ടും പറഞ്ഞു, എനിക്കെൻ്റെ വീട്ടിൽ പോവാൻ പറ്റുന്നില്ല, ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്താലും കുറ്റമാണ്. ഇതൊക്കെ എന്താണ്? എനിക്ക് മാത്രമാണോ ഇങ്ങനെ? റംല കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഖദീജ പറഞ്ഞു, മോളെ, ഇതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, അത് നീ മനസ്സിലാക്ക്. ഇത് കേട്ടപ്പോൾ റംല വീണ്ടും പറഞ്ഞു, ഇല്ല ഉമ്മ, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. അതും പറഞ്ഞ് അവൾ റൂമിലേക്ക് ഓടി. ആ ഒരു സംഭവത്തിന് ശേഷം അവർ തമ്മിൽ പരസ്പരം മിണ്ടുന്നില്ല. ആ വീടിനുള്ളിൽ നിശബ്ദതയുടെ മൂകത നിറഞ്ഞു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നവർ, അതുപോലെ ഒരുമിച്ച് സംസാരിച്ചിരുന്നവർ, എന്ത് കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ രണ്ടും 2 വഴിക്കായി. പിറ്റേ ദിവസം രാവിലെ റംല മാർക്കറ്റിൽ പോവാനിറങ്ങി. ഷാഹിദ് റംലയോട് ചോദിച്ചു, എന്താണ് റംലത്ത, നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്? അപ്പോൾ റംലയ്ക്ക് സങ്കടം സഹിക്കാനാവാതെ അവൾ എല്ലാം പറഞ്ഞു. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഷാഹിദ് എന്ന് പറഞ്ഞ് റംല പൊട്ടിക്കരഞ്ഞു. അത് കേട്ടപ്പോൾ ഷാഹിദ് പറഞ്ഞു, കരയേണ്ട റംലത്ത, എല്ലാം ശരിയാകും. അതേസമയം അവർ നിൽക്കുന്ന വഴിയിലൂടെ 2 പേർ നടന്നുപോയി. അവർ ഇവരെ ഒന്ന് നോക്കി. ആ ഗ്രാമത്തിൽ ഒരു വാർത്ത പടരാൻ അത്ര മതി. വൈകുന്നേരമായപ്പോഴേക്കും പല ആളുകളും പല കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. അധികം വൈകാതെ നൗഫലിൻ്റെ ചെവിയിലും ആ വാർത്ത പരന്നു. ഷാഹിദിൻ്റെ കൂടെയാണ് അവൾ എന്ന് എല്ലാവരും പറയുന്നു എന്നാണ് അവൻ കേട്ടത്. നൗഫൽ വേഗം ഫോണെടുത്ത് റംലയെ വിളിച്ചു. ആദ്യം തന്നെ റംല ഫോണെടുത്തു. നൗഫൽ ചോദിച്ചു, നിന്നെയും ഷാഹിദിനെയും പറ്റി പല കാര്യങ്ങളും നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ റംല പറഞ്ഞു, നിങ്ങളത് വിശ്വസിച്ചോ? പിന്നെ നാട്ടുകാർക്ക് പറയുമ്പോൾ പിന്നെ ഞാൻ വിശ്വസിക്കണ്ടേ? നൗഫൽ മറുപടി പറഞ്ഞു. പെട്ടെന്ന് റംല ഫോൺ കട്ട് ചെയ്തു. റംല പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, എങ്ങോട്ടെങ്കിലും പോവുക, എനിക്ക് കുറച്ച് സമാധാനം വേണം. പിറ്റേ ദിവസം രാവിലെ നല്ല മഴയാണ്. ഖദീജ നേരത്തെ തന്നെ ഉണർന്നു. അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും റംലയെ കാണുന്നില്ല. റംല കിടന്ന റൂമിലേക്ക് ചെന്നു. റൂമിൻ്റെ ഡോറ് തുറന്നു കിടക്കുന്നു. അലമാരയിലുള്ള 2 ജോഡി ഡ്രസ്സും ചെറിയ ബാഗും കാണുന്നില്ല. ഖദീജ ആകെ ഭയന്നു. റംല എവിടെ പോയി? രാവിലെ തന്നെ. പെട്ടെന്നാണ് ഖദീജ ഉമ്മയുടെ കണ്ണിൽ ആ ഒരു കടലാസ് പെട്ടത്. അതെടുത്തു നോക്കി. അതിൽ റംല ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഉമ്മ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്നെ സംശയിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് പോവുന്നു. പക്ഷേ
നൗഫലിനോട് ഒരു കാര്യം നിങ്ങൾ പറയരുതേ. ഞാൻ ആരുടെ കൂടെയും ഓടിപ്പോയിട്ടില്ല. ഇനി ഓടിപ്പോവുക എന്ന് പറഞ്ഞ് അതും കൂടെ തെറ്റിദ്ധരിപ്പിക്കരുതേ. ഞാൻ പോകുന്നു. റംല തൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ആ സമയം ഖദീജ ഫോണെടുത്ത് റംലയുടെ ഉമ്മയെ വിളിച്ചു. ഹലോ, റംല അവിടെ എത്തിയിട്ടുണ്ടോ? ഉടൻ തന്നെ ഉമ്മ മറുപടി പറഞ്ഞു, ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താ അവിടെ ഇല്ലേ? ഖദീജ ഒന്നും പറയാതെ നിന്നു. അപ്പോഴേക്കും റംല പോയ വിവരം എല്ലാവരും അറിഞ്ഞിരുന്നു. പെട്ടെന്ന് ഉമ്മ നൗഫലിനെയും വിളിച്ചു പറഞ്ഞു, മോനെ, റംലയെ കാണാനില്ല. അവൾ എങ്ങോട്ട് പോയി എന്ന് അറിയുന്നില്ല. നൗഫൽ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, ഉമ്മ, എന്താ നിങ്ങൾ പറയുന്നത്? റംലയെ കാണാനില്ല എന്നോ? ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്നില്ല. പടച്ചോനെ, ഞാൻ ഇനി എന്താ ചെയ്യാ? നൗഫൽ ഫോൺ കട്ട് ചെയ്ത് പടച്ചോനോട് പറഞ്ഞു, എൻ്റെ റംലയ്ക്ക് ഒന്നും വരുത്തരുതേ. അവൾക്ക് ഒന്നും സംഭവിക്കാതെ എൻ്റെ അരികിലേക്ക് എത്തിക്കണേ. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി റംലയെ തിരയാൻ തുടങ്ങി. അതിനിടയിൽ ഷാഹിദും വന്നു. എന്താ, റംലത്തയെ കാണാനില്ലേ? കണ്ടോ? ഖദീജ ഉമ്മ സഹതാപത്തോടുകൂടെ പറഞ്ഞു, ഇല്ല മോനെ. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ആദ്യം ഇവനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. ഇവനോട് ചോദിച്ചാൽ അറിയും എവിടെയാണ് റംല എന്ന്. ഷാഹിദ് ഇത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ പോയി. അതേസമയം 10 കിലോമീറ്റർ അകലെ ഒരു ബസ് സ്റ്റോപ്പിൽ റംല കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങോട്ട് പോകണമെന്നറിയാതെ. പെട്ടെന്നാണ് അവളുടെ മുന്നിൽ ഒരു വെള്ളക്കാർ വന്ന് നിർത്തിയത്. റംല എന്നൊരു വിളി. റംല പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കണ്ണും മുഖവും തുടച്ചു. ആ, റഷീദ് കാ, നിങ്ങളോ? അത് മറ്റാരുമായിരുന്നില്ല, റംലയുടെ അമ്മാവൻ്റെ മകനായിരുന്നു. റഷീദ് ക ചോദിച്ചു, എന്താ നീ ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. അത് കേട്ടതും റംല പൊട്ടിക്കരഞ്ഞു. വാ, ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, കാറിൽ കയറ്, നമുക്ക് പോവാം. റംല കാറിൽ കയറി. പെട്ടെന്ന് റഷീദ് ക ഒരു കുപ്പി വെള്ളം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദാ ഈ വെള്ളം കുടിക്ക്. റംല വെള്ളം വാങ്ങി കുടിച്ചു. ഇനി പറ, എന്താ പ്രശ്നം? റംല വീട്ടിൽ നടന്ന എല്ലാ കഥകളും റഷീദ് കയോട് പറഞ്ഞു. കഥകളെല്ലാം കേട്ടപ്പോൾ റഷീദ് ക അന്തം വിട്ടുപോയി. റംല, നീയാണ് ഒരു തെറ്റ് ചെയ്തത്. റംല പെട്ടെന്ന് ചോദിച്ചു, ഞാനോ? ഞാൻ എന്ത് തെറ്റാണ്? നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റില്ലായിരുന്നു. എന്ത് പ്രശ്നമാണെങ്കിലും ആരോടെങ്കിലൊക്കെ പറയണം. ഇങ്ങനെ ചെയ്തത് വലിയ തെറ്റാണ്. അതിനിടയിൽ അവർ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. റംല പറഞ്ഞു, എനിക്ക് ചായ വേണ്ട ഇക്ക. വേണ്ട, നീ ചായ കുടിക്കണമെന്ന് പറഞ്ഞു. റഷീദ് ക നിർബന്ധിച്ചപ്പോൾ റംല ചായക്കടയിൽ കയറി ചായയും ഒരു പഴംപൊരിയും കഴിച്ചു. അതിനിടയിൽ റഷീദ് ഖാൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അത് മറ്റാരുമായിരുന്നില്ല, റംലയുടെ ഉമ്മയായിരുന്നു. റംല പറഞ്ഞു, വേണ്ട, കോൾ എടുക്കണ്ട. റഷീദ് ഖ പറഞ്ഞു, ഓക്കെ. സൈലൻ്റാക്കി വെച്ചു ഫോണ്. ഒരുപാട് നേരം സംസാരിച്ച് റഷീദ് ഖ റംലയോട് പറഞ്ഞു, ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നേരിട്ട് നൗഫലിനെ വിളിക്കുകയാണ്. റംല ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് മനസ്സിൽ വിചാരിച്ചു, ഈ ഫോൺ കോൾ എൻ്റെ ജീവിതത്തിൻ്റെ വേർപിരിയലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമായിരിക്കും. ഉടൻ തന്നെ റഷീദ് ഖ നൗഫലിൻ്റെ ഫോണിലേക്ക് അടിച്ചു. നൗഫൽ പെട്ടെന്ന് ഫോൺ എടുത്തു. ആ ഇക്ക, റംലയെ കിട്ടിയോ? ഉടൻ തന്നെ റഷീദ് ഖ പറഞ്ഞു, കിട്ടി. നൗഫൽ പറഞ്ഞു, അൽഹംദുലില്ലാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾക്ക്? ഇല്ല, ഒരു കുഴപ്പമില്ല. സുരക്ഷിതമായി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നീ സമാധാനമായി ഇരിക്കെ. അതും പറഞ്ഞ് റഷീദ് ഖ ഫോണ് റംലയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇനി ഇതാ, നിങ്ങൾ സംസാരിച്ചോ. റംല അല്പം ഭയത്തോടുകൂടി മെല്ലെ പറഞ്ഞു, ഹലോ. റംലയുടെ ശബ്ദം കേട്ടപ്പോൾ നൗഫൽ പൊട്ടിക്കരഞ്ഞു. റംല, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? റംല പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ ആരും വിശ്വസിക്കുന്നില്ല, എൻ്റെ കൂടെ ആരും നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നൗഫൽ പറഞ്ഞു, ഇനി ഒന്നും പറയണ്ട, ഞാൻ കമ്പനിയിൽ ലീവ് കിട്ടുമോ എന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ആ കാർ ചെന്ന് നിന്നത് ഖദീജ ഉമ്മയുടെ വീടിൻ്റെ മുറ്റത്തായിരുന്നു. കാറിൻ്റെ ഡോർ തുറന്ന് റംല പുറത്തേക്കിറങ്ങി. ഖദീജ ഉമ്മ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. റംലയെ കണ്ടപ്പോൾ ഖദീജ ഉമ്മ വന്ന് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. മോളെ, എങ്ങോട്ടാണ് നീ പോയത്? എന്നോട് പറയാതെ. റംല ഉമ്മയെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഉമ്മ, എന്നോട് ക്ഷമിക്കണം.
എനിക്ക് ഈ വീട്ടിൽ ആരുമില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ്. എന്നോട് ക്ഷമിക്കണമെന്ന് അവൾ വീണ്ടും പറഞ്ഞു. ഇത് കണ്ടു നിന്ന അയൽവാസികളും നാട്ടുകാരും കണ്ണീർ പൊഴിച്ചു. റഷീദ് ഖാ അവിടെ നിന്നും പോന്നു. അപ്പോഴേക്കും ഫോൺ കോൾ വന്നു നൗഫലിൻ്റെ. ഉമ്മ, എനിക്ക് ലീവ് കിട്ടി, ഞാൻ പെട്ടെന്ന് തന്നെ വരികയാണ്. എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്. പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും കോഴിക്കോട് എയർപോർട്ടിൽ നൗഫൽ വന്നിറങ്ങി. നൗഫലിനെ കൂട്ടാൻ ഉമ്മയും ഭാര്യ റംലയും ഉണ്ടായിരുന്നു. ഉമ്മയെ കണ്ടപാടെ നൗഫൽ കെട്ടിപ്പിടിച്ചു ഭാര്യയുടെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ റംലയുടെ കണ്ണിൽ നിന്നും സന്തോഷക്കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവർ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഞാനിനി തിരിച്ചു പോവുന്നില്ല. എനിക്കെൻ്റെ കുടുംബമാണ് വലുത്. ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. അത് കേട്ടപ്പോൾ റംലയും ഉമ്മയും പുഞ്ചിരിച്ചു. നൗഫലും ഉമ്മയും ഷാഹിദിനെ കണ്ട് മാപ്പ് പറഞ്ഞു. ഷാഹിദെ, എന്നോട് ക്ഷമിക്കണമെന്ന് ഖദീജ പറഞ്ഞു. ഞാൻ നിന്നെയും അറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. അപ്പോൾ ഷാഹിദ് പറഞ്ഞു, കുഴപ്പമില്ല, എനിക്കറിയാം സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന്. പിന്നീട് ഖദീജയും റംലയും നൗഫലും വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു. ഇതിൻ്റെ ഗുണപാഠം: സംശയം സ്നേഹത്തെ നശിപ്പിക്കും. വിശ്വാസവും തുറന്ന ആശയവിനിമയവുമാണ് ഒരു കുടുംബത്തിൻ്റെ ശക്തി. മറ്റുള്ളവരുടെ വാക്കുകേട്ട് പ്രിയപ്പെട്ടവരെ വിധിക്കാതെ അവരുടെ മനസ്സുകൂടി കേൾക്കാൻ താൽപ്പര്യപ്പെടുക. ഇങ്ങനെയായാൽ ഒരു കുടുംബം തകരാതെ രക്ഷപ്പെടും. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.